إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر شيئا عسى الله أن يتوب عليهم إن الله غفور رحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും അനുധാവനം ചെയ്തുകൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട വിശുദ്ധിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുകയുണ്ടായത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, ഇബാദത്തായ കാര്യമാണ് 5 നേരവും അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഒരാളുടെ നിസ്കാരം സമ്പൂർണമായി തീർന്നാൽ അയാളുടെ ജീവിതത്തിന്റെ പകുതി ഭാഗവും നേരെയായി തീർന്നു. അങ്ങനെയുള്ള നിസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരുന്നതിന്റെ നിബന്ധനകളിൽപ്പെട്ട, വ്യവസ്ഥകളിൽപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ പരിപൂർണമായ പരിശുദ്ധി ഒരാള് കാത്തുസൂക്ഷിക്കുക എന്നത്. ഈ പരിശുദ്ധിയാകട്ടെ 2 തരത്തിലുള്ളതാണ്. അത് നമ്മൾ വിശദീകരിക്കേണ്ടായി. വിശുദ്ധ ഖുർആനിൽ ആ 2 പരിശുദ്ധിയെ സംബന്ധിച്ചും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞിരുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അല്ലാഹു ധാരാളമായി തൗബ ചെയ്യുന്നവരായ ആളുകളെയും പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായ ആളുകളെയും ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബുത് തവ്വാബീൻ, ധാരാളം തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു അൽ മുതതഹിരീൻ, ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായ ആളുകളെയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ 2 തരത്തിലുള്ള പരിശുദ്ധിയാണ്. ഒന്നാമത്തെ തൗബ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകൽ എവിടെയാണ്? കുറ്റബോധത്തിൽ നിന്നാണ് തൗബ ഉണ്ടാവുക. മനുഷ്യന്റെ ജീവിതത്തിൽ 2 സംഗതികളാണ്, ശരിയുണ്ട് തെറ്റുമുണ്ട്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റിൽ നിന്നൊരു പശ്ചാത്താപ ചിന്ത ഉണ്ടാവുക എന്നത് എന്താണ്? മനുഷ്യന്റെ പരിശുദ്ധിയുടെ അടയാളമാണ്. തെറ്റിൽ നിരതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പരിശുദ്ധി ഇല്ല എന്നാണ് അർത്ഥം. തിന്മകൾ ജീവിതത്തിൽ കുമിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പരിശുദ്ധിയില്ല എന്നർത്ഥം.
അപ്പൊ കുറ്റത്തിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ ഒരാൾക്ക് കഴിയലാണ് ഒന്നാമത്തെ പരിശുദ്ധി. അതേവസരം മനുഷ്യൻ സ്വാഭാവികമായ തെറ്റിലോ കുറ്റങ്ങളിലോ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം മനുഷ്യനാണതുകൊണ്ട്. അങ്ങനെ തെറ്റോ കുറ്റങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് പശ്ചാത്താപ ചിന്ത, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന്റെ ചിന്ത. അതുണ്ടോ? അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അന്ന റജുലൻ അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇസ്മുഹു അബ്ദുല്ലാഹ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അബ്ദുല്ല എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. വകാന യുലഖബു ഹിമാറൻ. അയാൾക്കൊരു വിളിപ്പേരുണ്ട്, കഴുതാന്നാണ്, ഹിമാർ. അങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ തെറ്റായ തരത്തിൽ വിളിപ്പേടുകൾ നടത്തുന്നവരായ ആളുകളുണ്ട്. ഇസ്ലാം അത് അങ്ങേയറ്റം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് എന്താണോ അവരുടെ മാതാപിതാക്കന്മാരിട്ടുള്ള പേര്, അതല്ലാത്ത പേര് വിളിക്കാൻ പാടില്ല. പക്ഷെ നാട്ടിൽ അങ്ങനെയാണ്. ചില ആളുകൾക്ക് ചില പ്രത്യേകമായ പേരുകളിലേ അറിയപ്പെടും. അയാളെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹിമാർ എന്നായിരുന്നു അയാൾക്ക് ലഖബായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. വകാന യുളഹിഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. ബന്ധമുള്ള ആളാണ്. ചിരിപ്പിക്കാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള പല തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിപ്പിക്കുന്ന സ്വഭാവക്കാരനായ ആളായിരുന്നു. വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജലദഹു ഫിശ്ശറാബ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമടിക്കുന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ അടിച്ചിട്ടുണ്ട്. അതായത് മദ്യപാനിയായ ആളുകൾക്ക് ശിക്ഷയുണ്ട്. ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങൾ അവരെ നേരെയാക്കാൻ വേണ്ടിയുള്ള ചില ശിക്ഷകളുണ്ട്. അങ്ങനെ റസൂൽ ഇയാൾക്ക് വരി അടിച്ചിട്ടുണ്ട്. ഫഉതിയ ബിഹി യൗമൻ. ഈ പറയപ്പെട്ട വ്യക്തിയെ ഒരവസരത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ഫഅമറ ബിഹി ഫജുലിദ. അപ്പോഴും അയാൾക്ക് അടികിട്ടി, മദ്യപാനത്തിന്റെ പേരിൽ അടികിട്ടി. ഫഖാല റജുലുൻ മിനൽ ഖൗം. അത് കണ്ടവരായ ആളുകളിൽ നിന്ന് ഒരാൾ എണീറ്റ് പറഞ്ഞു. എന്തു പറഞ്ഞു? അല്ലാഹുമ്മൽ അൻഹു. അല്ലാഹുവേ, ഇയാളെ നീ ശപിക്കണമേ. മാ അക്സറമായി ഉത്താബി. എത്ര തവണയാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇയാൾ ഈ കുറ്റത്തിന്റെ പേരിൽ പിന്നെയും പിന്നെയും കൊണ്ടുവരപ്പെടുന്നത്? ഇയാൾക്ക് എന്താ ഒരു മര്യാദ ഇല്ലാത്തത്? ഇയാൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അള്ളാഹു അയാളെ ശപിക്കട്ടെ എന്നും ഒരാള് ഖൗമിൽ നിന്ന് പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂല് അയാളോട് പറഞ്ഞു, ലാ തൽഅനൂഹ്. നിങ്ങൾ അയാളെ ശപിക്കാൻ പാടില്ല. ഫവല്ലാഹി, തീർച്ചയായും അല്ലാഹു തന്നെയാണ് സത്യം. മാ അലിംതു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. ഈ പറഞ്ഞ ആൾക്ക് മദ്യപാനം എന്ന് പറയുന്ന ഒരു ദുശ്ശീലമുണ്ട് എങ്കിലും അയാൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അയാളെ ശപിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൽപ്പന കൊടുത്തു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? സാധാരണഗതിയിൽ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, കുറ്റം ചെയ്യുന്നവരാണെങ്കിൽ അവരെ എഴുതിത്തള്ളുക എന്നതാണ് മനുഷ്യന്മാർ സ്വീകരിക്കുന്ന ഒരു വഴി. മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ നിസ്കരിക്കുന്നവനായിരിക്കാം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനായിരിക്കാം, അതോടുകൂടി തന്നെ എന്തെങ്കിലും ദുശ്ശീലങ്ങളോ സ്വഭാവ ദൂഷ്യങ്ങളോ ഉണ്ട് എങ്കിൽ അയാളെ എഴുതിത്തള്ളുക, അയാളെ ബഹിഷ്കരിക്കുക എന്നൊരു രീതിയാണ് പൊതുവെ സ്വീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. കാരണം ഇയാൾ വിശ്വാസിയാണ്, വിശ്വാസികൾക്ക് യോജിച്ച കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യാറുണ്ട്. എന്നാൽ വിശ്വാസത്തിന് നിരക്കാത്ത ചില തെറ്റുകളിലും അയാൾ സംഭവിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അയാളെ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ അയാളെ ശപിക്കരുത്. മറ്റൊരു ഹദീസിലുണ്ട്, നിങ്ങൾ അയാളുടെ കാര്യത്തിൽ ശൈത്താനെ സഹായിക്കരുത്. അയാളുടെ കാര്യത്തിൽ ശൈത്താനെ സഹായിക്കരുത് എന്ന് വെച്ചാൽ എന്താ? അയാളെ എഴുതിത്തള്ളി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? അയാള് പരിപൂർണമായും ഈ സമൂഹത്തിന് എതിരായിത്തരം സാമൂഹ്യ വിരുദ്ധനായി മാറുക ചെയ്യാ. എഴുതിത്തള്ളിയാലുള്ള ഒരു ദോഷാണ്. അതേ അയാളെ കൂട്ടിപ്പിടിക്കുന്നു, അയാൾക്ക് സ്നേഹം നൽകുന്നു, അയാൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു, അയാളെ നന്നാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു എങ്കിൽ അയാളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അതേ അവസരം എഴുതിത്തള്ളപ്പെടുന്നവരായ വ്യക്തികൾ പരിപൂർണമായി സാമൂഹ്യ വിരുദ്ധരായിത്തീരുകയും ഈ ഉമ്മത്തിനെ തന്നെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാൻ വേണ്ടി എല്ലാ പണികളും അയാൾ ചെയ്യും എന്നതായിരിക്കും ഉണ്ടാകാം. അപ്പോൾ ശൈത്താനെ സഹായിക്കലായി.
ഇയാളുടെ പേരിൽ നിങ്ങൾ ശൈത്താനെ സഹായിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അപ്പോ ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, മുസ്ലിമായി ജീവിക്കുന്ന ആളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയോ ഇസ്ലാമിന് നിരക്കാത്ത, മുസ്ലിമീങ്ങൾക്ക് നിരക്കാത്ത കുറ്റങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാലും അയാളിൽ തൗബ എന്ന് പറയുന്ന ഒരു വിചാരമുണ്ട് എങ്കിൽ അയാളിൽ വിശ്വാസത്തിന്റെ അടയാളം ഉണ്ട് എന്നാണ് അർത്ഥം. ഒരാളിൽ വിശ്വാസത്തിന്റെ അടയാളം ഉണ്ട് എന്നാണ്. ഒരു തെറ്റ് തെറ്റായി ഒരാൾ കാണുന്നുണ്ടെങ്കിൽ, തെറ്റിനെ തെറ്റായി കാണാൻ തിരിച്ചറിയാൻ ഒരാൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അയാൾ വിശ്വാസത്തിന്റെ അടയാളം ബാക്കി കിടക്കുന്നുണ്ട് എന്നാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്, വമൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ. ഒരാൾ അയാളുടെ നന്മയുടെ കാര്യത്തിൽ അയാൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, വസാഅത്തുഹു സയ്യിഅത്തുഹു, അയാളുടെ തിന്മയുടെ കാര്യത്തിൽ അയാൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, തിന്മയുടെ കാര്യത്തിൽ തിന്മയായിപ്പോയല്ലോ, തിന്മ ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിന്മയുണ്ടല്ലോ എന്ന വിചാരത്തിൽ മനസ്സ് വേദനിക്കുന്നവനായ ഒരാൾ, അതേപോലെ ഒരു നന്മ ചെയ്യുന്ന കാര്യത്തിൽ നന്മ ഉണ്ടല്ലോ, നന്മ ചെയ്യുന്നവനോട് അനുഭാവമുള്ളൊരു നിലപാട് ഒരാൾക്കുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫഹുവ മുഅ്മിൻ, അയാളിൽ ഈമാനിന്റെ ലക്ഷണം ഉണ്ട് എന്നാ. കുറ്റം വന്നു കഴിയുമ്പോഴേക്കും അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല, തിന്മ വന്നുകൂടുമ്പോഴേക്കും അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. അയാളിൽ ഈമാൻ ബാക്കിയുണ്ട്, പക്ഷെ ഈമാൻ ഏറുകയും കുറയുകയും ചെയ്യുന്നുണ്ടെന്നില്ല. അൽ ഫറഹു ബി ഹസനാതിഹി, ഒരാൾ തന്റെ ഹസനത്തിന്റെ കാര്യത്തിൽ സന്തോഷവാനാണ്. വഅമാലിഹി സാലിഹ, സൽക്കർമ്മം ചെയ്യുന്നതിന്റെ പേരിൽ അയാൾക്ക് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ വഅൻ യസ്താഅ, അയാൾ തിന്മയുടെ കാര്യത്തിൽ അയാൾക്ക് ദുഃഖമുണ്ട്. വയഹ്സുന വയുബ്ഗല സയ്യിആതുഹു, അയാളിൽ നിന്ന് വരുന്ന തിന്മയായ കാര്യങ്ങൾ അയാളെ വേദനിപ്പിക്കുന്നുണ്ട്. കുറ്റം ചെയ്യുന്നത് കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, കുറ്റം ചെയ്യുമ്പോഴും കുറ്റം ചെയ്തു പോയല്ലോ എന്നതിൽ ഒരു അസ്വസ്ഥത മനുഷ്യന്റെ മനസ്സിലുണ്ട് എങ്കിൽ, വദുനൂബുഹു, അയാളിനുണ്ടാകുന്ന കുറ്റങ്ങളുടെ കാര്യത്തിൽ അയാൾക്ക് വേദനയുണ്ട് എങ്കിൽ, വയന്തമ അലാ വുഖൂഇഹി, ഒരു തിന്മയിൽ ചെന്ന് വീണു പോകുന്ന കാര്യത്തിൽ അയാൾക്ക് ബേജാറുണ്ട് എങ്കിൽ അയാളിൽ ഈമാൻ ബാക്കിയായി കിടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗബ ചെയ്യുന്നവരെ, ധാരാളമായി തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. തെറ്റ് ചെയ്യാത്തവരായി ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ തെറ്റിനെ തെറ്റായി കാണാൻ കഴിയണം. തെറ്റുണ്ടെങ്കിൽ തെറ്റിനെ തെറ്റായ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. സൂറത്ത് തൗബയുടെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വആഖറൂന ഇതറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യിഅൻ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. വആഖറൂന, വേറെ ചില ആൾക്കാർ, ഇതറഫൂ, അവർ സ്വയം സമ്മതിക്കുന്നവരാണ്, ബിദുനൂബിഹിം, അവരുടെ തെറ്റിന്റെ കാര്യങ്ങൾ, കുറ്റങ്ങൾ കുറ്റമാണ് എന്ന് സമ്മതിക്കുന്നവരാണ്. കുറ്റം കുറ്റമാണെന്ന് ബോധ്യത്തോടു കൂടി തന്നെ കുറ്റം ചെയ്യുന്നവരാണ് എന്നർത്ഥം. ഖലതു അമലൻ സാലിഹ, അവർ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്, അമലു സാലിഹാത്തിനോട് കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. എന്തിനെ? വആഖറു സയ്യിഅൻ, വേറെ ചില തിന്മകൾ, തെറ്റായ കാര്യങ്ങൾ. തെറ്റെന്ന് പറഞ്ഞാൽ 2 വിധത്തിലാണ്. അതെങ്ങനെയാണ്? ഒന്ന്, അല്ലാഹു തആല ചെയ്യാൻ കൽപ്പിച്ച കാര്യം ഒരാൾ ചെയ്യാതെ പോയാൽ അതൊരു തെറ്റാണ്, അള്ളാഹിനോടും തെറ്റാണ്, നമ്മളോടും തെറ്റുമാണ്. അല്ലാഹു തആല ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കി, ആ വിലക്കിയ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് കുറ്റമാണ്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യം, അള്ളാഹു നിശ്ചയിച്ച കാര്യം ഞാൻ ചെയ്തില്ലല്ലോ എന്ന കാര്യത്തിൽ ഒരു ഖേദമുണ്ട് എങ്കിൽ, അതൊരു കുറ്റമായ ഒരാൾ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യം ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കുറ്റമാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് അയാളത് ചെയ്യുന്നത് എങ്കിൽ, അസല്ലാഹു അൻ യതൂബ അലൈഹിം, അങ്ങനെയുള്ള ആളുകളിൽ പശ്ചാത്താപ ചിന്തയുണ്ടാകും. ചെയ്തു പോയല്ലോ എന്ന കാര്യത്തിൽ പശ്ചാത്താപ ചിന്തയുണ്ടാകും. അവർക്കെന്തുണ്ട്? അസല്ലാഹു അൻ യതൂബ അലൈഹിം, അള്ളാഹു അവർക്ക് വേണ്ടി പുറത്തു കൊടുത്തേക്കാം, അവരിലേക്ക് അള്ളാഹു മടങ്ങിയേക്കാം, അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചേക്കാം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു തആല അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യമുള്ളവനുമാണ്. അപ്പൊ കുറ്റവാളികളായ ആളുകളൊന്നും അള്ളാന്റെ കാരുണ്യമില്ലാത്തവരല്ല.
അവരിൽ പശ്ചാത്താപ ചിന്തയുണ്ട് എങ്കിൽ അല്ലാഹു തആല അവരെ സ്വീകരിക്കുന്നവരാണെന്ന് മാത്രമല്ല അവർ ചെയ്യുന്ന കാര്യത്തെ പുണ്യകർമ്മമായി അല്ലാഹു തആല രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാണ് എന്തിന്റെ അർത്ഥം? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, ധാരാളമായി ഖേദിച്ച് മടങ്ങുന്നവരായ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇന്നൽ അബ്ദ, ഒരു ഹദീസിലുണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖ്താ ഖതിയതൻ, ഒരു മനുഷ്യൻ അയാളൊരു തിന്മ ചെയ്യൂ, തെറ്റായ ഒരു കാര്യം ചെയ്തു നോക്കുക, അങ്ങനെയാണെങ്കിൽ നഖതത ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, ആ തിന്മ അയാൾ ചെയ്യുന്നതോടുകൂടി അയാളുടെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്ന് വീഴുന്ന, ഫീ ഖൽബിഹി നക്തതൻ സൗദാ ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ. ഇനി അയാൾക്ക് അതിൽ പശ്ചാത്താപ ചിന്ത ഉണ്ടായി നോക്കുക, ചെയ്തു പോയല്ലോ എന്ന വിചാരം അയാൾക്കുണ്ടാവുകയും അയാൾ അതിൽ നിന്ന് പിൻവലിയുകയും ചെയ്താൽ ഫൈദാ ഹുവ നസഅ, എന്നിട്ട് വസ്തഗ്ഫറ, അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിയാൽ, വതാബ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ, സുഖില ഖൽബുഹു, അയാളുടെ കൽബ് ആ കറുത്ത പുള്ളിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി വൈൻ ആദ, അതേ പണി വീണ്ടും അയാൾ ആവർത്തിക്കുകയാണെങ്കിലോ, സീദ ഫീഹാ, അയാൾ ചെയ്ത ആ കുറ്റത്തിന്റെ പേരിൽ ആ കറുത്ത പുള്ളിയിലേക്ക് വീണ്ടും ഒരു പുള്ളി കൂടും. ഹത്താ തഅലു ഖൽബഹു, അങ്ങനെ ആ കറുത്ത പുള്ളി കൂടി 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 അയാളുടെ ഹൃദയത്തെ തന്നെ അത് കീഴ്പ്പെടുത്തും, കറുത്ത ഹൃദയത്തിന്റെ ഉടമയായി മാറി. ഫഹുവ, അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്ത്? അർറാനുല്ലദീ ദക്കറല്ലാഹ്, അല്ലാഹു തആല അവന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ റാന്ന് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ റാന്ന് എന്ന് പറഞ്ഞ ആളാണ് ഇയാള്. എവിടെയാ പറഞ്ഞത്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വെച്ചതിന്റെ പേരിൽ അവരുടെ ഹൃദയങ്ങൾ കറ പിടിച്ചു പോയിരിക്കുന്നു, കറ പിടിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ പറയപ്പെട്ട റാന്ന് കറ പിടിച്ചു പോയി എന്ന് പറഞ്ഞ ആ ആള് ആരാണ്? തിന്മകൾ ധാരാളമായി ചെയ്ത് ഓരോ തിന്മയും ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴ്ത്തി 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 അവസാനം ഹൃദയം കറുത്തുപോയവനായ ആളെക്കുറിച്ചാണ് അറാന്ന് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. ഹസനഹുൽ അൽബാനി, ഇമാം അൽബാനി ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. അതിനെന്താ മനസ്സിലാവുന്നത്? ഫതൗബതു, ഖേദിച്ചു മടങ്ങൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൽ, വൽ ഇസ്തിഗ്ഫാറു, പാപമോചനത്തിന് വേണ്ടി തേടൽ, തമ്മഹു, അത് മാച്ചു കളയുന്നതാണ് അന്നുക്തത സൗദ, ഹൃദയത്തിൽ വീണിട്ടുള്ള കറുത്ത പുള്ളിയെ. ഇനി വൈദാ മുഹയത്, അങ്ങനെ ഇസ്തിഗ്ഫാറും തൗബയും മായ്ച്ചു കളഞ്ഞാലോ, ലാ തകൂനു റൈനൻ അലൽ ഖൽബ്, ആ പുള്ളി അയാളുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളിയായിട്ട് നിൽക്കൂല. ഇസ്തിഗ്ഫാറും തൗബയും ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായി മാറും എന്നാണ്. അതാണ് തൗബ എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഉണ്ടാകുന്ന കാര്യം. അപ്പൊ ഇത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്? മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് മാലിന്യമായി തീരുക എന്ന് പറഞ്ഞതിന് ഉദാഹരണമാണ്. പാപിയായി തീരുക, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് പാപിയാകലാണ്. ആ പാപിയാകുക എന്നത് മനുഷ്യന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. പരിശുദ്ധനായിരിക്കണം, പാപമുക്തനായി ജീവിക്കാൻ പറ്റണം. ഇനി പാപങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്ത് മടങ്ങാനും മനുഷ്യന് കഴിയണം. അപ്പോൾ മാത്രമേ അയാൾ പരിശുദ്ധനായി തീരുന്നുള്ളൂ എന്നാണ്. ഇനി രണ്ടാമത്തെ വശം, പാപത്തിൽ നിന്ന് ഒരാൾ പരിശുദ്ധനാകുന്നുള്ള ഒന്നാമത്തെ ശുദ്ധീകരണമാണ്. രണ്ടാമത്തെ ശുദ്ധീകരണം ഏതാണ്? അതാണ് വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധി വരുത്തുന്നവരായ ആളുകളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ശുദ്ധി വരുത്താൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചകളൊക്കെ വിശദീകരിച്ച എങ്ങനെയൊക്കെയാണ് ശുദ്ധി വരുത്തേണ്ടതുള്ളത്. ഈ ശുദ്ധി വരുത്തുക എന്ന് പറയുന്ന തത്തഹുർ എന്ന് പറയുന്നിടത്തും എന്തുണ്ട്? പാപം എന്ന് പറയുന്ന അർത്ഥം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെവിടെയെന്ന് വെച്ചാൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബിയുടെ സമുദായത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവര് സ്വവർഗ ലൈംഗികത ഇഷ്ടപ്പെട്ടവരായ ആളുകളാണ്. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, തെറ്റെന്നവർക്ക് തോന്നിയിട്ടില്ല. സ്വവർഗ ലൈംഗികത എന്നത് അവരുടെ ജീവിതക്രമത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ആളുകളാണ് ലൂത്ത് നബിയുടെ സമുദായം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിൽ വന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രബോധനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്?
ഈ തിന്മയിൽ നിന്ന് മോചനം നേടണം എന്നുള്ളത്. പക്ഷെ അവര് സമ്മതിച്ചില്ല. അവരെന്താ പറഞ്ഞെന്നറിയോ? വമാ കാന ജവാബ ഖൗമിഹി, ലൂത്ത് നബിയുടെ സമുദായം ലൂത്ത് നബിക്ക് കൊടുത്തുള്ള മറുപടി എന്താണെന്നറിയോ? ഇല്ലാ അൻ ഖാലു, അവർ അദ്ദേഹത്തോട് പറഞ്ഞു ആഖ്രിജു, അവർ പരസ്പരം പറഞ്ഞു ആഖ്രിജൂഹും, ലൂത്തിനെയും ലൂത്തിനെ അംഗീകരിച്ചവരായ മുഴുവൻ ആളുകളെയും നിങ്ങൾ പുറത്താക്കണം, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. മിൻ ഖറിയത്തിക്കും, സദൂം എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് തന്നെ ഇവരെ നിങ്ങൾ പുറത്താക്കണം. കാരണം എന്താ? ഇന്നഹും ഉനാസുൻ യതതഹറൂൻ, അവർ പരിശുദ്ധി പ്രാപിച്ചവരായ ആളുകളാണ്. തതഹുർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാപമാണ്, കുറ്റമാണ് എന്ന് വാദിക്കുന്നവരാണ്. എന്നുവെച്ചാൽ പാപം ചെയ്യുക എന്നത് പരിശുദ്ധിക്കെതിരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഈ തിന്മയെ അംഗീകരിക്കാത്തവരായ ആളുകൾ. അങ്ങനെയാണ് തിന്മ ഒരു സമൂഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെന്തായി? അത് നന്മയായി മാറും. ഇപ്പൊ നമ്മള് വാഹനങ്ങളിൽ യാത്ര പോകുന്നവരായ ആളുകൾക്കറിയാം, പണ്ടൊക്കെ ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് പുരുഷൻ ഇരിക്കുന്ന ഒരു സീറ്റിൽ വന്ന് ഒരു സ്ത്രീ വന്ന് ഇരിക്കുക എന്നുള്ളത് ഇല്ല. അത് ബസ്സാകട്ടെ, ജീപ്പാകട്ടെ, കാറാകട്ടെ, എവിടെയാകട്ടെ, പുരുഷൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ വന്നിരിക്കില്ല. ഒരു സ്ത്രീ ഇരിക്കുന്ന സീറ്റിൽ പോയിട്ട് പുരുഷൻ ഇരിക്കില്ല. അതൊരു മര്യാദയാണ്, ഒരു മാനുഷികമായ മര്യാദയും നമ്മുടെ നാട്ടിൽ നടന്നതാണ്. പക്ഷെ ഇന്നത് മാറി. ഇന്ന് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആരാണെന്ന് നോട്ടമില്ല, എവിടെയാണോ ഇരിക്കാൻ സീറ്റ് അവിടെ പോയിരിക്കും. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം മനുഷ്യന്മാര് കൈമോശം വന്നു എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഒരു തിന്മ, ആ തിന്മ മനുഷ്യ സമൂഹം മുഴുവൻ അംഗീകരിച്ച ആ തിന്മ തിന്മയല്ലാതായി അതൊരു നന്മയായി കലാശിക്കുമെന്നത് ഒരു പൊതുതത്വമാണ്. അതാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിലുണ്ടായത്. ആ തിന്മ എന്ന് പറയുന്ന സംഗതി ഒരു നന്മയായി മാറി. അതിനെതിരെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചപ്പോ ഇവനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം, ഇവന് പരിശുദ്ധി പ്രാപിച്ചവനായ ആളാണ് എന്ന് ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറ്റകൃത്യങ്ങളോ തിന്മയോ ഒരാളുടെ ജീവിതത്തിലുണ്ടായാൽ അത് പരിശുദ്ധിക്ക് എതിരാണെന്ന് പൊതുതത്വം അവിടെ വന്നു എന്നർത്ഥം. അതേപോലെ തന്നെ ശാരീരികമായ ശുദ്ധിയും ഇതിൽപ്പെടും. ഒരാൾ കുളിച്ച് ശുദ്ധിയാകുക, ഉളൂർത്ത് ശുദ്ധിയാകുക എന്നൊക്കെ എന്താണ്? ഈ പറയുന്ന തതഹൂറിൽപ്പെട്ടതാണ്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന ഫൈദാ തതഹർന ഫൗതുഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ പിന്നെ ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? വലാ തഖറബൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഇണകളെ പ്രാപിക്കരുത്. ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നതുവരെ. ശുദ്ധിയാകുന്ന എന്താ? അവർ പീരീഡ് ഉണ്ടാവുക, പീരീഡ്സിന്റെ സമയത്ത് നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല. അതൊരു അശുദ്ധിയുടെ സമയമാണ്. ആ അശുദ്ധിയുടെ സമയത്ത് പ്രാപിക്കാൻ പാടില്ല. ഇനി ഫൈദാ തതഹർന, ആ പീരീഡ്സ് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി കഴിഞ്ഞാലോ ശുദ്ധിയായി കഴിഞ്ഞാലോ ഫഅ്തൂഹുന്ന, നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുക. മിൻ ഹൈസു അമറകുമുല്ലാഹ്, എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച് അള്ളാഹു താല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിയമം തന്നിട്ടുണ്ട്, നിർദ്ദേശം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരം നിങ്ങൾ സമീപിച്ചുകൊള്ളുക. കണ്ടോ? ശുദ്ധിയാകുക എന്നുള്ള എന്താ? അവിടെ ശാരീരികമായ ഒരു അവസ്ഥയാണ്. പീരീഡ്സുള്ള സമയം അശുദ്ധമാണെന്ന് പറഞ്ഞാൽ ഒരു ശാരീരികമായ അവസ്ഥയാണ്. ആ സമയത്ത് ഇബാദത്തുകളൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത, പരിശുദ്ധിയില്ലാത്ത സമയമാകുന്നു. അതിനുശേഷം പറയുന്ന ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന, അള്ളാഹു തൗബ ധാരാളം ചെയ്യുന്നവരെയും തഹൂർ ശുദ്ധി വരുത്തുന്നവരായ ആളുകളെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തഹാറത്ത് എന്താണ്? ഈ അർത്ഥത്തിലുള്ള ശുദ്ധിയാകുന്നു. അപ്പൊ ആ ശുദ്ധീകരണം എന്ന് പറയുന്നത്, ആ തഹാറത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ്. അത് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ വേർതിരിച്ചു നിൽക്കുന്ന, എല്ലാ സമുദായങ്ങളിൽ നിന്നും അവനെ വേർതിരിച്ചു നിർത്തുന്ന കാര്യമാണ് പരിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യവും വിജയവുമായി മാറുന്ന കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുയോട് ചോദിച്ചു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. യാ ബിലാൽ, ഏ ബിലാലെ. ആരാ ബിലാല്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദിൽ
5 നേരവും ബാങ്ക് കൊടുത്തിട്ടുള്ള ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തോട് പറയാണ്, ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതുഹു ഫിൽ ഇസ്ലാം. നീ ഇസ്ലാമായതിനു ശേഷം നിനക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതായ അമലായി നീ ചെയ്തൊരു അമല് പറഞ്ഞു തരാമോ ബിലാലേ? കാരണം എന്താണെന്നറിയാം അങ്ങനെ പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നതിന് മുമ്പ് ഉറക്കത്തിൽ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ കണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായ സ്വപ്നാണ്. അങ്ങനെയാണ് വിശദീകരിക്കപ്പെട്ടത്. ആ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എന്ത് കണ്ടു? വഇന്നി സമീഅതു ദഫന അലൈക ബൈന യദൈ ഫി ജന്ന. സ്വർഗത്തിൽ നീ എന്നോടൊപ്പം സഞ്ചരിക്കുന്നതായി നിന്റെ ചെരുപ്പിന്റെ വാറടിയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഈ ദുനിയാവിൽ ഇസ്ലാമായതിനു ശേഷം നീ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ പ്രവൃത്തി ഏതാണ് ബിലാലെ? അതൊന്ന് നീ എനിക്ക് പറഞ്ഞുതാ എന്നാവശ്യമുണ്ട്. കാല. അപ്പൊ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ അമിൽതു അമലൻ, ഞാനൊരു അമലും തന്നെ ചെയ്തിട്ടില്ല. അർജാ ഇൻദി, എന്റെ അടുക്കൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ളതായ ഒരു അമലായി ഞാനൊരു അമലും ചെയ്തിട്ടില്ല. ഇല്ലാ അന്നീ ലം അതതഹർ തഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാർ. രാത്രിയുടെ സമയത്താകട്ടെ പകലിന്റെ സമയത്താകട്ടെ ഞാൻ തഹൂർ വരുത്തും, ശുദ്ധി വരിക്കും. എന്നിട്ട് ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂർ, ആ ശുദ്ധിയോടുകൂടി ഞാൻ നിസ്കരിക്കാതിരുന്നിട്ടില്ല. രാത്രിയാകട്ടെ പകലാകട്ടെ ശുദ്ധി വരുത്തണമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും? ശുദ്ധി വരുത്തും. ആ ശുദ്ധിയോടുകൂടി മാ കതബലി അൻ നുസല്ലിയ, എത്രയാണോ അല്ലാഹു തആല എനിക്ക് നിസ്കരിക്കാനായി അവസരം തന്നിട്ടുള്ളത് അത്രത്തോളം ഞാൻ നിസ്കരിക്കുകയും ചെയ്യും, ശുദ്ധി വരുത്തുകയും ചെയ്യും, ധാരാളം നിസ്കരിക്കുകയും ചെയ്യും. അതായത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം തന്നെ എത്രയും നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ മുത്തലക്കായ സുന്നത്ത് ഞാൻ ധാരാളമായി ചെയ്യും എന്നതല്ലാത്ത വേറെ ഒന്നും എനിക്ക് പ്രതീക്ഷയുള്ള അമലായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാകുന്നു എന്താകാൻ കാരണം, റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ നടക്കുമ്പോ ചെരുപ്പിന്റെ വാറടി ശബ്ദം റസൂലുള്ളാഹിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായത് ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ്. നല്ല ശുദ്ധീകരിക്കുക, ശുദ്ധിയായി ജീവിക്കുക, ധാരാളമായി നിസ്കരിക്കുക എന്നതാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഖീമു വലം തുഹ്സു വഅലമു അന്ന ഖൈറ അഅമാലികുമുസ് സ്വലാഹ് വലാ യുഹാഫിളു അലൽ വുളൂ ഇല്ലാ മുഅ്മിൻ. നിങ്ങൾ നേരെ ചൊവ്വ ജീവിച്ചോ. വസ്തഖീമു വലാ തുഹ്സു, അങ്ങനെ നേരെ ചൊവ്വ നിങ്ങൾ ജീവിച്ചാൽ അതുകൊണ്ട് കിട്ടാവുന്ന ഫലമുണ്ടല്ലോ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ടുണ്ടാകുന്ന ഫലം, അല്ലാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങൾ എണ്ണിയാൽ തീരൂല. അതുകൊണ്ട് വഅലമു, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അന്ന ഖൈറ അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അസ്സലാ, നിസ്കരിക്കലാണ്. നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മുന്തിയ പ്രവർത്തനം. പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവും. ദാനം ചെയ്യലാണ് പുണ്യം പല ആൾക്കാരും വിശ്വസിക്കുന്നത്. കാരണം ഗുണങ്ങൾ അങ്ങനെയാണല്ലോ. ആൾക്കാർക്ക് ഗുണം അതാണ് നിസ്കരിക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് നിസ്കാരമല്ല പ്രധാനം, ദാനം ചെയ്യലാണ് എന്ന് പറഞ്ഞവരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സക്കാത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിസ്കാരത്തിനല്ല എന്ന് പറഞ്ഞു നടന്നവരായ ആളുകളുണ്ട്. അതൊന്നും അല്ല കാര്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് നിസ്കാരം തന്നെയാണ്. വലാ യുഹാഫിളു അലൽ വുളൂ ഇല്ലാ മുഅ്മിൻ. നിസ്കാരം ശരിയാണെന്നല്ലോ, വുളൂ ഉണ്ടാകണം. വുളൂവിന്റെ പ്രാധാന്യം എന്താ? വലാ യുഹാഫിളു അലൽ വുളൂ, വുളൂ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല ഇല്ലാ മുഅ്മിൻ, മൂമിനല്ലാതെ. വുളൂ എടുക്കുന്നുള്ള പണി വേറെ ചെയ്യാറുണ്ട്. കയ്യും കാലും എന്നുള്ള പണി എല്ലാവരും ചെയ്യാറുണ്ട്. എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ചെയ്യാറുണ്ട്. പക്ഷെ ശുദ്ധി വരുത്താൻ വേണ്ടി നീയത്തോടുകൂടി വുളൂ ചെയ്യുക, പരിശുദ്ധനാകാൻ വേണ്ടി ശ്രമിക്കുക എന്ന പണി ദുനിയാവിൽ ചെയ്യുന്നതാരാ? മുസ്ലിമീങ്ങൾ, മൂമിനീങ്ങൾ മാത്രമാണ്. ആ മൂമിന്റെ മാത്രം പ്രത്യേകതയാണെന്ത്? വുളൂവിൽ നിൽക്കുക എന്നുള്ളത്. അപ്പൊ വുളൂ ഉള്ളവനാവുക എന്നുള്ളത് എന്താ? മറ്റു തിന്മകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും വുളൂ ഉള്ളവനാണ്, പരിശുദ്ധിയുള്ളവനാണെന്ന് ഒരാൾക്ക് സ്വയം തോന്നിയാൽ ആ പരിശുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം ഒരാളെ ചെയ്യുകയില്ല. അതാണ് അതുകൊണ്ടുള്ള നേട്ടം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഹദീസുകൾ കാണാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാമു ഇല്ലാ അലാ തഹാറ. ശുദ്ധിയോടുകൂടിയല്ലാതെ റസൂൽ ഉറങ്ങാണ്ടായില്ല. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ചെയ്യേണ്ട പണിയാണെന്ത്?
നിസ്കാരത്തിന് ഒളു ചെയ്യുന്നത് പോലെ ഒളു ചെയ്ത് വൃത്തിയായതിനു ശേഷം ഉറങ്ങാൻ കിടക്കണം എന്നാ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അങ്ങനെ ആ ഒളുവുള്ള മനസ്സോട് ശുദ്ധിയോട് കൂടിയാണ് രാവിലെ കിടന്ന് പൊന്താൻ പറ്റുന്ന ആർക്കും വിശ്വാസമൊന്നും വേണ്ട. അതിന്റെ ഇടയ്ക്ക് ഒരാൾ മരിച്ചുപോയാലോ ആ പരിശുദ്ധിയോട് കൂടി അള്ളാഹുവിങ്കലേക്ക് യാത്ര പോകാൻ അയാൾക്ക് കഴിയാന്നുള്ള വലിയ ഭാഗ്യമാണ്. അവിടെ പോലും എന്തുണ്ട്, ആ പറയുന്ന ശുദ്ധി എന്ന് പറയുന്ന വിഷയമുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒളു എടുത്ത് കിടക്കുക. അപ്പൊ ഹയാത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ഒക്കെ എന്ത് വേണം, അതിലൊക്കെ ആ സമയത്തൊക്കെ നമ്മളൊരു ഉളുവുള്ള മനസ്സുള്ള ഒരാളാണ് എങ്കിൽ ആ പരിശുദ്ധി നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ അത് തന്നെ മതിയെന്നില്ല. ഇനി അതേപോലെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും ഒന്നും ദീനുൽ ഇസ്ലാം വിട്ടുകളഞ്ഞിട്ടില്ല. അതായത് മറ്റുള്ള മതവിഭാഗങ്ങളിലൊക്കെ അവഗണിക്കുന്നതായ പല വിഷയങ്ങളുണ്ട്. പരിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവഗണിക്കുന്നതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊന്നും ദീനുൽ ഇസ്ലാം വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു ഹദീസിലുണ്ട്, ഹംസും മിനൽ ഫിത്ര, 5 കാര്യങ്ങൾ മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. 5 കാര്യങ്ങൾ അയാളിൽ ഉണ്ടാകണം. അത് മനുഷ്യന്റെ പ്രകൃതമാണ്, പരിശുദ്ധിയുടെ പ്രകൃതമാണ്. അതിലൊന്നെന്താണ്? അൽ ഖിതാൻ, 2 അൽ ഇസ്തിഹ്ദാദ്, 3 അനതുഫുൽ ഇബ്ത്, 4 തഖ്ലീമുൽ അൽഫാർ, 5 ഖസ്സുശ് ശവാരിബ്. ഈ 5 കാര്യങ്ങൾ എന്താ? മനുഷ്യന്റെ നിത്യജീവിതത്തിലുള്ള സംഭവങ്ങളാണ്. ഒന്നാമത്തെ എന്താ? അൽ ഖിതാൻ, മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഒരു ഏർപ്പാടാണ് ഖിതാൻ ചെയ്യുക. അതായത് സുന്നത്ത് കഴിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, സുന്നത്തല്ല, അത് പ്രകൃതിയാണ്. എല്ലാ അമ്പിയാക്കന്മാരും ലോകത്ത് മാതൃക കാണിച്ചൊരു പരിപാടിയാണെന്ത്? ഖിതാൻ ചെയ്യുക എന്ന് പറയുന്നത്. അത് വിശ്വാസിയുടെ മാത്രം സവിശേഷതയാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ? വൃത്തികേടാണത്. പലതരത്തിലുള്ള മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമായി അത് മാറും. അതുകൊണ്ട് തന്നെ അഗ്രചർമ്മങ്ങളെ ഛേദിച്ചൊഴിവാക്കുക എന്നുള്ളത് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ പരിശുദ്ധിയും അതുതന്നെയാകുന്നു. അത് ചെയ്തിരിക്കണം. അത് സുന്നത്തല്ല, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, പ്രകൃതത്തിൽപ്പെട്ടാണ്. രണ്ടാമത്തെന്താ? അൽ ഇസ്തിഹ്ദാദ്. ഇസ്തിഹ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹ്യരോമങ്ങളെ കളയുക. അത് പരിശുദ്ധിയുടെ അടയാളാണ്. അതേപോലെ വനത്തുഫുൽ ഇബ്ത്, കക്ഷരോമങ്ങളെ പറിച്ചൊഴിവാക്കുക. അവിടെ കളയാന്നല്ല പറഞ്ഞ്, പറിച്ചിട്ട് ഒഴിവാക്കുക. നാലാമത്തെ തഖ്ലീമുൽ അൽഫാർ, കൈയിന്റെ നഖങ്ങൾ വെട്ടുക. എന്തിനാ കൈനഖം വെട്ടുന്നത്? എന്തിനാ? കൈയിന്റെ ഈ കൈ എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഈ കൈയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ആ കൈ കൊണ്ടാണ് മനുഷ്യൻ ആഹാരം കഴിക്കുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ പലയാതി മാലിന്യങ്ങൾ അധികമൊന്നും വേണ്ടതില്ല. മാലിന്യങ്ങൾ, വിഷാംശങ്ങളൊക്കെ കുറച്ചു മതി. ആ കുറച്ച് സാധനങ്ങൾ മനുഷ്യന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്ത് വേണം? ശുദ്ധി ഉണ്ടാകണം. ദീനുൽ ഇസ്ലാം അത് വിട്ടില്ല. നിസാരമായ ഒരു കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ, അവർക്കിതൊന്നും ബാധകല്ല. അവർ 10 വിരലിന്റെ നഖം അങ്ങോട്ട് നീട്ടും. എന്തിനാ ഈ നഖം നീട്ടി കൊണ്ടു നടക്കണമെന്ന് അറിയില്ല. അതൊരു സൗന്ദര്യം, അതിലൊരു ഫാഷനാക്കി പല ആൾക്കാരും അത് നീട്ടിയിട്ട് അതിന്റെ മേലെ കളറൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ചില വൃത്തികെട്ട സ്വഭാവക്കാരായ ആളുകൾ മനുഷ്യന്മാർക്കിടയിലുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ട് കാണുന്നവരായ ആളുകളുണ്ട്. ദീൻ ഒരിക്കലും അത് കാണുന്നില്ല. ദീൻ അതിന്റെ ആത്യന്തികമായ ഗുണം എന്ത് എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. തഖ്ലീമുൽ അൽഫാർ, അത് ഒളു ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ഒളു ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ പല സാധനങ്ങൾ കയറി കിടന്നു കഴിഞ്ഞാൽ ഒളുവിന്റെ വെള്ളം അതിലേക്ക് ചേരൂല. അത് ഒളു വാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്ത് വേണം? പരിശുദ്ധി കാലിക്കേണ്ടതുണ്ട്. പിന്നെ അവസാനം പറഞ്ഞ ഖസ്സുശ് ശവാരിബ്, മീശയെ വെട്ടുക. മീശ കൊമ്പമീശയായി കൊണ്ടിരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിക സംസ്കാരത്തിന് എതിരാണ്. താടിയെ നീട്ടണം. വഅഫുല്ലിഹ, താടി നീട്ടണം. മീശയെ കത്രിച്ചു കളയണം. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ ചര്യ. അത് സുന്നത്താണ്. സുന്നത്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഷിആറാകുന്നു അത്. എന്നാൽ മനുഷ്യന്മാർ നേരെ തിരിച്ചാ ചെയ്യുക. താടി നന്നായിട്ട് എന്ത് ചെയ്യും? ദിവസം ദിവസം ക്ലീൻ ഷേവാക്കും. മീശയോ നീട്ടി വളർത്തും. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിന് നേരെ ഓപ്പോസിറ്റായി ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് എത്ര ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. റസൂലുള്ള കൽപ്പിച്ചതിന് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കണിശത കാണിക്കുക എന്നുള്ള എന്താണ്? നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും നിസ്സാരമായ കാര്യങ്ങളായി തള്ളാൻ പാടില്ല.
ദീനുൽ ഇസ്ലാം ഏതൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതിന്റെ ഗൗരവത്തിൽ നമ്മൾ കാണുകയും ആ പരിശുദ്ധി ജീവിതത്തിൽ പരിപൂർണമായ അർത്ഥത്തിൽ നിലനിർത്തുകയും ചെയ്യാൻ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മൾക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. തീർച്ചയായും അള്ളാഹുവിന്റെ ഈ നിയമങ്ങളും വിലക്കുകളും വിശുദ്ധിയും ജീവിതത്തിൽ പരമാവധി പാലിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും വിട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ വുളൂ ചെയ്തതിന് ശേഷം ഒരു ദുആ പറയാറുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ആയത്തിന്റെ ഭാഗമാണ്. എന്താണ്? അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കേണമേ, മിനത് തവ്വാബീന, ധാരാളം തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാക്കണമേ, വജഅൽനി, നീ എന്നെ ആക്കണമേ, മിനൽ മുതതഹിരീൻ, പരിശുദ്ധി പ്രാപിക്കുന്നവരുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെടുത്തണേ. അപ്പൊ രണ്ട് പരിശുദ്ധി ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഒന്ന് 100% കുറ്റത്തിൽ നിന്ന് മുക്തമായി ജീവിക്കുകയും ഇനി ഏതെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ധാരാളമായി തൗബ ചെയ്തുകൊണ്ട് അതിന് പരിഹാരം ചെയ്യുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. രണ്ടാമത്തെ കാര്യമോ ഈ അർത്ഥത്തിലുള്ള എല്ലാ പരിശുദ്ധിയും, കുറ്റങ്ങളിൽ മുക്തമാവുക, അതേപോലെ തന്നെ ശാരീരികമായ മാനസികമായ എല്ലാവിധ പരിശുദ്ധിയും ഒരാൾ നേടുകയും ചെയ്യുക. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ. പ്രാർത്ഥന എന്താകണം? നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികമാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലമുള്ളൂ. നമ്മൾ കേട്ടത് അങ്ങനെ കേട്ട് പഠിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നതിനപ്പുറം ആ പറഞ്ഞതിന്റെ ആശയം ശരിയായ നിലക്ക് നമ്മൾ ഉൾക്കൊണ്ടാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതായി നമുക്ക് ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ ഉള്ള തൗഫീക്ക്, സന്മനസ് നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقوا